ലോകത്തിന്റെ അതിരുകൾ മായ്ക്കുന്നത് യാത്രക്കാരാണ്. ലോകം മൊത്തം ഒരു യാത്രാ മൂഡിലാണെന്നാണ് UN ടൂറിസം പറയുന്നത്. ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെലവഴിച്ച് യാത്ര പോകുന്ന രീതി മാറി. ആഴ്ചകളും മാസങ്ങളും യാത്ര ചെയ്യുന്നവരും കൃത്യമായ ഷെഡ്യൂളുകളില്ലാതെ മാസങ്ങളോളം യാത്ര ചെയ്യുന്നവരെയുമെല്ലാം ഇപ്പോൾ കാണാം. യാത്രാവിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നവരും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വരും യാത്രകൾക്കായി ഉപയോഗിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ആശയവിനിമയ സാധ്യതകളും ഗതാഗത സൗകര്യങ്ങളും എല്ലാം യാത്രക്കാരുടെ എണ്ണം കൂട്ടാൻ കാരണമായിട്ടുണ്ട്. കയ്യിലൊരു പാസ്പോർട്ടും ബാഗുമായി ലോകം ചുറ്റാനിറങ്ങുന്ന സഞ്ചാരികളുടെ എണ്ണം 2024 അപേക്ഷിച്ച് 2025 4% വർദ്ധിച്ചെന്നാണ് UN ടൂറിസത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2025 ലോകമെമ്പാടും 152 കോടി രാജ്യാന്തര വിനോദസഞ്ചാരികളാണ് യാത്ര ചെയ്തത്. വിമാന ഗതാഗതത്തിന്റെ മെച്ചപ്പെട്ട സൗകര്യവും ലളിതമായ വിസ നടപടിക്രമങ്ങളുമാണ് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ കാര്യമായതെന്നും UN ടൂറിസം പറയുന്നു. യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് യാത്രക്കാരുടെ ഒഴുക്ക് ഉണ്ടായെങ്കിലും വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നതിൽ വൻ കുതിച്ചുചാട്ടം നടത്തിയത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. യാത്രകൾക്കൊപ്പം വ്യത്യസ്തമായ യാത്രാപഥങ്ങളും ഈ പുതിയ കാലത്ത് ട്രെൻഡിങ് ആകുന്നുണ്ട്. ജോലിയും വിനോദവും ഒരേ സമയം കൊണ്ടുപോകുന്നതിനെ വർക്കേഷൻ എന്നാണ് പറയുന്നത്. ഇതൊരു സ്ട്രെസ് ഫ്രീ ട്രാവൽ രീതിയാണ്. ഫ്രണ്ട്സിനൊപ്പമുള്ള വൈബ് യാത്രകളെ ഫ്രണ്ട്ക്കേഷൻ എന്ന് പറയുന്നു. സോളോ ട്രാവലിനെ ഒന്നുകൂടി പരിഷ്കരിച്ച് സോളോ മൂൺ എന്നാണ് പറയുന്നത്. ദൂരെയുള്ള സ്ഥലങ്ങളെ കാണുകയല്ല, മറിച്ച് തൊട്ടടുത്ത സ്ഥലങ്ങളെ അടുത്തറിയുക എന്നതാണ് ഗ്ലോക്കൽ ട്രാവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ വിശാലമായ ഈ ലോകത്തെ ചുറ്റിക്കാണുകയെന്ന ട്രാവൽ കൾച്ചറും ഇത്തരം ട്രാവൽ ടേമുകളും ഇപ്പോൾ ട്രെൻഡിങ് ആവുകയാണ്.